ശ്രീ വസന്ത് ശ്രീക്ക് ഇന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ധർമ്മം കൊടുത്തില്ലേലും പട്ടിയെ വിട്ട് കടിപ്പിക്കാൻ പോകരുതെന്ന്. യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷനെ അപമാനിച്ച ആ വാക്കുകൾ നിലമ്പൂരിലെ തെരുവുകളിൽ മാത്രമല്ല, കേരളത്തിൻ്റെ മനസ്സാക്ഷിക്ക് മുന്നിലുമാണ് അലയടിക്കുന്നത്. അല്ല, അങ്ങ് നോക്കൂ, ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞത് പച്ചയായ യാഥാർത്ഥ്യവും നഗ്നമായ സത്യവുമാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അങ്ങ് ആക്രമിച്ചു കളയാം എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങ് പറയുന്നത് പോലെ നിലമ്പൂർ ജനത മാത്രമല്ല, കേരളം അപ്പാടെയുള്ള ജനതയ്ക്ക് ഇതിന്റെ യാഥാർത്ഥ്യം അറിയാം. എന്തുകൊണ്ടാണ്? ശ്രീ കെ സി വേണുഗോപാൽ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ സമയത്ത് ഒരു പ്രചരണ ആയുധമായി നിങ്ങൾ പെൻഷനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ചോദിക്കട്ടെ, നിങ്ങളുടെ ഒന്നാം പ്രകടന പത്രികയിലും രണ്ടാം പ്രകടന പത്രികയിലും നിങ്ങൾ പറഞ്ഞത് ഓരോ വർഷവും പെൻഷൻ വർദ്ധിപ്പിച്ച് 100 രൂപ വീതം വർദ്ധിപ്പിച്ച് നിങ്ങൾ 3600 എത്തിക്കും എന്നായിരുന്നു നിങ്ങളുടെ വാഗ്ദാനം. പക്ഷേ എത്ര കാലമായി, എത്ര ബഡ്ജറ്റുകളായി ഈ പെൻഷൻ വർധനവ് എന്ന നിങ്ങളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും മിനിമം വാഗ്ദാനം അത് പാലിക്കാൻ പറ്റിയിട്ട് എത്ര ബഡ്ജറ്റുകൾ കടന്നുപോയിട്ടുണ്ട് എന്നത് പ്രസക്തമായ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പെൻഷൻ മുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പുകളുടെ തലേ മാസം മാത്രം ഈ പെൻഷൻ ഡിസ്ബേഴ്സ്മെന്റ് നടക്കുന്നത് എന്നത് അടുത്ത ചോദ്യം. അത് തൃക്കാക്കരയിൽ കണ്ടു, പുതുപ്പള്ളിയിൽ കണ്ടു, പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും കണ്ടു. അതായത് സർക്കാർ വലിയ പ്രതിസന്ധിയിലാണെന്നും സർക്കാർ ആ പ്രതിസന്ധിയുടെ ഭാഗമായി മുറുക്കി ഉടുത്ത് നമ്മൾ ജീവിക്കണമെന്നും പറയുമ്പോൾ അതേ സമയത്ത് തന്നെ PSC ബോർഡ് അംഗങ്ങളുടെ പണം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് സാധിക്കുകയാണ്. അതേ സമയത്ത് തന്നെ KT തോമസിന്റെ അലവൻസ് വർദ്ധിപ്പിക്കാൻ സർക്കാരിന് സാധിക്കുകയാണ്.